ഇറാനെതിരായി US ഏർപ്പെടുത്തിയ പുതിയ ഉപരോധം ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 7:30 നിലവിൽ വന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് US ഉപരോധം പ്രാബല്യത്തിൽ വന്നത്. ഹോർമുസ് വഴി ഇറാനിലെ തുറമുഖങ്ങളിൽ നിന്ന് വരികയോ പോവുകയോ ചെയ്യുന്ന എല്ലാ കപ്പലുകളെയും ഇറാന്റെയും വിദേശ രാജ്യങ്ങളുടെയും അടക്കം കപ്പലുകളെ US നേവി തടയുമെന്നാണ് ഉപരോധത്തിൽ പറയുന്നത്. ഇതിനായി USന്റെ പടക്കപ്പലുകൾ പേർഷ്യൻ ഉൾക്കടലിലും ഒമാൻ ഉൾക്കടലിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഇതിനായി സഹായിക്കും. ഹോർമുസ് വഴി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന കപ്പലുകളെ തടയില്ല എന്നാണ് തീരുമാനം. മാനുഷിക സഹായങ്ങൾക്കും ഇളവുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പിടുന്നതിനും ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഈ നീക്കമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം US ഉപരോധത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുമുണ്ട്. പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ ഉൾക്കടലിലെയും തുറമുഖങ്ങളെ ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. US-മായി സഖ്യത്തിലുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളും തങ്ങളുടെ ഭീഷണിക്ക് കീഴിലാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിൽ തുടരുമെന്നും അതിലൂടെ സൈനികേതര കപ്പലുകൾ മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സും വ്യക്തമാക്കി. ഏതെങ്കിലും പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള വെടിനിർത്തൽ കരാർ ഏതു നിമിഷവും തകരാമെന്നും മേഖലയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചേക്കാമെന്നുമുള്ള ആശങ്കകൾ ഇതോടെ ശക്തമായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതുവരെ US-ൽ ഊർജ്ജവില വർദ്ധിക്കുമെന്ന് US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ആഴ്ചകളിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സൈനിക നീക്കം ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തു. US ഉപരോധം പ്രഖ്യാപിച്ചതിനു ശേഷം 3 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വിജയകരമായി കടന്നു. ന്യൂ ഫ്യൂച്ചർ, US ഉപരോധം ഏർപ്പെടുത്തിയ അറോറ എന്നീ കപ്പലുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. UAE തീരത്ത് നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച ഈ കപ്പലുകൾ ഇറാനിയൻ അധികൃതർ നിർദ്ദേശിച്ച ലാറക് ദ്വീപിന് തൊട്ട് തെക്ക് വശത്തുള്ള പാതയാണ് സ്വീകരിച്ചത്. ഉപരോധം നിലനിൽക്കെ ഈ പാതയിലൂടെ സഞ്ചരിച്ച ആദ്യ കപ്പലുകളാണിവ. അതേസമയം ഹോർമുസ് ഉപരോധിക്കാൻ അമേരിക്കയ്ക്ക് ശേഷിയില്ലാന്നും ഉണ്ടെങ്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ഭയന്ന് പിന്മാറില്ലായിരുന്നുവെന്നും ഇറാൻ സുരക്ഷാ കൗൺസിൽ അംഗത്തെ ഉദ്ധരിച്ച് പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ആക്രമിക്കാൻ തുനിഞ്ഞാൽ കടലിൽ മുക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോപ്പിനെതിരായ ട്രംപിന്റെ പ്രസ്താവനയും ഇറാൻ പ്രസിഡന്റ് അപലപിച്ചു. അതിനിടെ ഹോർമുസ് വെച്ച് വിലപേശരുതെന്ന് ഇറാനോട് ഖത്തർ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ഖത്തർ നിർദ്ദേശിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഖത്തർ നിലപാട് അറിയിച്ചത്. ഹോർമുസിൽ കപ്പലുകൾക്ക് അമേരിക്ക നോട്ടീസ് നൽകി തുടങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുകയോ ഇടപെടുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. UK മാരിടൈം ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഹോർമുസ് തുറന്നില്ല എങ്കിൽ മുഴുവൻ ഗതാഗതവും ഉപരോധിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന് നൽകിയ സമയപരിധി അവസാനിച്ചതോടെയാണ് അമേരിക്ക ഉപരോധം ആരംഭിച്ചത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും എത്തുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകളെയും തടയുമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് അറിയിച്ചത്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നത്. ഹോർമുസ് അടച്ചതിനെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപ്. പിന്നീട് ഹോർമുസ് തുറക്കുക എന്ന ഉത്തരവാദിത്തത്തെയും അത് ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങൾ ഇത് നോക്കട്ടെ എന്നുമുള്ള നിലപാടായിരുന്നു ട്രംപിന്. ആ ട്രംപ് തന്നെയാണ് ഇപ്പോൾ കടലിടുക്ക് അടച്ചത് എന്നതും മറ്റൊരു വസ്തുത. എണ്ണ വിറ്റ് പണം നേടാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് ട്രംപ് ഈയിടെ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലിലൊന്നിന് $20 ലക്ഷം വീതം ഈടാക്കാനുള്ള പദ്ധതി ഇറാൻ മുന്നോട്ട് വെച്ചതോടെയായിരുന്നു ഈ പ്രസ്താവനയും വന്നത്. ഇറാന്റെ നീക്കം സമുദ്ര ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യമില്ലാതാക്കുമെന്നാണ് ട്രംപ് വാദിച്ചത്. യുദ്ധം തുടങ്ങിയ ശേഷം ഹോർമുസിലൂടെ പോയ ചില കപ്പലുകളോട് ഇറാൻ വലിയ തുക ഈടാക്കിയിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് നിർത്തി ഇറാൻ ഭരണകൂടത്തിനുള്ള പ്രധാന വരുമാന സ്രോതസ്സുകൾ അടയ്ക്കുക എന്നതും നാവിക ഉപരോധത്തിന്റെ ഒരു ലക്ഷ്യമാണ്. ഉപരോധത്തെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.